ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഈ ബഡ്ജറ്റ് ഒക്കെ അനലൈസ് ചെയ്ത സമയത്ത് പറഞ്ഞത് അത് പാർട്ട് 1 വീഡിയോ ആയിട്ടാണ് പറഞ്ഞത്. പാർട്ട് 2 വീഡിയോ പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്നലെ ഞാൻ ഓടിച്ച് എല്ലാം കൂടെ ഒന്നുകൂടെ നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ആ പാർട്ട് 1 വീഡിയോയിൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതൊരു പാർട്ട് 2 വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഹിന്ദു കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പാർട്ട് 1 വീഡിയോ മാത്രം മതി, അതിന്റെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബാക്കി അനാലിസിസ് ഒക്കെ ഒന്ന് നോക്കുമ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പൊ ഇന്നത്തെ ഹിന്ദുവിലെ ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ക്ലൻസിങ് നീറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ക്ലൻസിങ് നീറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണത്. ഇപ്പൊ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അതുവഴി വന്ന അവരുടെ ഇമേജ് ലോസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അത് ഈ ഏതാണ്ട് 24 lakhs കുട്ടികൾ എഴുതിയ ഒരു എക്സാം ആണ്. 1 lakh ഇന്ത്യയിലെ മെഡിക്കൽ അതുപോലെ ഡെന്റൽ സീറ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോ ഇത് റീടെസ്റ്റ് നടത്തണം എന്നുള്ള ആവശ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ ആൾക്കാർ പെറ്റീഷൻ ചെയ്തത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ അത് റീടെസ്റ്റ് കൊടുക്കണ്ട എന്ന് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. സുപ്രീം കോടതിയും അതിൽ റീടെസ്റ്റിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്നപ്പോൾ അതിൽ ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ആ മിസ്റ്റേക്കിനായിട്ട് ആൻസർ എഴുതിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ ആൻസറിന് മാർക്ക് കൊടുത്തു NTA. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോൾ ഏതാണ്ട് 64ഓളം ആൾക്കാർ ടോപ്പേഴ്സിന് വലിയ മാർക്കുകൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാർക്ക് വന്നു. അതാ പ്രശ്നമായത്. പക്ഷെ അത് ഡൽഹി IIT-യുടെ സഹായത്തോടു കൂടി അതിന്റെ കറക്റ്റ് ആൻസർ സുപ്രീം കോടതി ഡിസൈഡ് ചെയ്യുകയും ആ ആൻസർ എഴുതാത്ത ആൾക്കാരെ മാർക്ക് കുറയ്ക്കുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ ടോപ്പേഴ്സിന്റെ എണ്ണമൊക്കെ അറൌണ്ട് 20 ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ എന്നാലും അതിൽ ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ എക്സാമിന് അടുത്ത വർഷങ്ങളിൽ, വരും വർഷങ്ങളിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നടത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇപ്പോൾ ഈ ഒരു സംഭവം ഹോൾ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഈ മാർക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ക്വസ്റ്റിന്റെ ആൻസർ തെറ്റായിട്ട് എഴുതിയ എല്ലാവരും മാർക്ക് ഇനിയിപ്പോ റിവൈസ് ചെയ്യേണ്ടി വരും NTA-ക്ക്. അതിന് കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് ഈ ഒന്നാമത്തെ കാര്യം 24 lakhs സ്റ്റുഡൻസ് ഡോക്ടർമാരാവാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പേരൻസ് ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. കാര്യം വേറെ ഒരുപാട് സയൻസ് സ്ട്രീംസിൽ ഒരുപാട് ലുക്രേറ്റീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡോക്ടർ ആവുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ള കാര്യം. നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ആ സെക്ടേഴ്സിലും കൂടെ നല്ല നല്ല ജോബ്സ് ടേക്കപ്പ് ചെയ്യാൻ അവരെ എന്താ പറയുന്ന അവർക്ക് അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക. അത് സ്റ്റേറ്റ് ഏജൻസി, നമ്മുടെ പേരൻസിന് മാത്രമല്ല, സ്റ്റേറ്റ് ഏജൻസീസും സെൻട്രൽ ഏജൻസീസും എല്ലാം ആ രീതിയിൽ അവരെ എംപവർ ചെയ്യാനും റെഡി ആവണം. അതൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് നോട്ട് ഇൻ ഓർഡർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇതും സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു വലിയൊരു വിവാദ വിഷയം കത്തി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിധി എനിക്ക് വന്ന് ഈ ഫ്രൈഡേ, മിക്കവാറും നാളെ വരും. അതായത് സംഭവം കൻവർ യാത്ര. ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞാണ്, ഈ കൻവർ യാത്ര എന്ന് പറയുന്ന സംഭവം ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മധ്യപ്രദേശിലും അങ്ങനെയുള്ള ഡൽഹി, അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 4-5 നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിന്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കൂടി. ശിവ ഡിവോട്ടീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്. മെയിൻലി അവരെ കൻവാരിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ശിവ ഡിവോട്ടീസിനെ ശിവ ഗോഡിനെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാ. അവര് ഈ ഗംഗയിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളവും കൊണ്ട് കൻവർ എന്നറിയപ്പെടുന്ന ഒരു സംഭവം, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. അതും കൊണ്ട് കിലോമീറ്റേഴ്സോളം യാത്ര ചെയ്ത് അവർക്ക് ഏതെങ്കിലും ശിവ ടെമ്പിളിൽ വിസിറ്റ് എടുത്തതാണ് ആക്ച്വലി കൻവർ യാത്ര എന്ന് പറഞ്ഞ പിൽഗ്രിമേജ്. അപ്പൊ ഈ വർഷം ഇത് വിവാദമാവാൻ കാരണം ഉത്തർപ്രദേശിലെ അഡ്മിനിസ്ട്രേഷൻ, ആദ്യം പോലീസുകാർ അത് ചെയ്തത്. പോലീസ് അഡ്മിനിസ്ട്രേഷൻ മുസാഫർ നഗർ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഡിസ്ട്രിക്റ്റില് ഈ കൻവർ യാത്ര നടക്കുന്ന റൂട്ടിൽ ഉള്ള ഷോപ്പുകളിൽ അതിന്റെ ഓണേഴ്സിന്റെ നെയിംസും മറ്റ് ഡീറ്റെയിൽസും പ്രോമിനന്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്നൊരു ഓർഡർ കൊണ്ടുവന്നു. അപ്പൊ തന്നെ അതൊരു ഡിസ്ക്രിമിനേറ്ററി ആണ്. ഇത് മുസ്ലിം ഷോപ്പ് ഓണേഴ്സിനെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണെന്ന് പറഞ്ഞ് വിവാദം ഉണ്ടായി. പക്ഷേ വിവാദം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ യോഗി ആദിത്യനാഥ് അഡ്മിനിസ്ട്രേഷൻ മുസഫർ നഗറിൽ മാത്രം ഉണ്ടായിരുന്ന ഓർഡർ ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ആക്കി മാറ്റി. ഇത് കണ്ടുകൊണ്ട് ഇതിന്റെ ചൂട് പിടിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന BJP റൂൾഡായിട്ടുള്ള അനദർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡ്, പുഷ്കർ സിംഗ് ധാമി എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ഭരിക്കുന്ന BJP-യുടെ മറ്റൊരു സ്റ്റേറ്റായ ഉത്തരാഖണ്ഡും ഈ സെയിം ഓർഡർ ഇറക്കി. എന്നിട്ട് ഇതേപോലെ ഈ കൻവർ യാത്രയുടെ റൂട്ടിൽ, ആ പിൽഗ്രിമേജിന്റെ റൂട്ടിലുള്ള ഷോപ്പ് ഓണേഴ്സ് എല്ലാവരും അവരുടെ പേരുകൾ പ്രോമിനന്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം എന്ന് വന്നു. ഇത് കമ്മ്യൂണൽ ഹാർമണിയെ തകർക്കാനും ഒപ്പം
മുസ്ലിം ഷോപ്പ് ഓണേഴ്സിനൊക്കെ ഇത് ഹിന്ദു പിൽഗ്രിമേജ് ആണല്ലോ, അതുകൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ആണെന്നുള്ളൊരു വിവാദം ഉണ്ടാവുകയും അത് ഈ BJPയുടെ തന്നെ അലയൻസ് പാർട്ട്നേഴ്സായ രാഷ്ട്രീയ ലോക്ദൾ പോലുള്ള പാർട്ടികളും അതുപോലെ ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പോലുള്ള പാർട്ടിയൊക്കെ ക്രിറ്റിസിസമായിട്ട് രംഗത്തെത്തുകയും ചെയ്തു. അതിനെ റെക്ടിഫൈ ചെയ്യണം എത്രയും പെട്ടെന്ന് പറഞ്ഞു. ഒപ്പം സുപ്രീം കോടതിയിലും കേസ് പോയി. അതാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. നാളെ അതിന്റെ വിധി മിക്കവാറും വരും. അപ്പോൾ ഇതില് നമ്മളിപ്പോൾ ഒരു ഏത് പിൽഗ്രിമേജ് ഉണ്ടായാലും അതിന്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഈവൻ നമ്മളുടെ പിൽഗ്രിമേജുകൾ പലതും ഓർഗനൈസ് ചെയ്യുന്നതിന്റെ പോലും ഒരു നമ്മളെ റിലീജിയൻ എന്ന് നോക്കാതെ പല ആൾക്കാർ, ഈവൻ ഈ കൻവർ യാത്രയിൽ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ പോലും ഹിന്ദു പിൽഗ്രിംസിനൊപ്പം ട്രക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ചില ഭാഗങ്ങളിൽ ട്രക്ക് ചെയ്തൊക്കെയാണ് ടെമ്പിളിലേക്ക് പോകുന്നത്. അപ്പൊ ഇതില് ഇപ്പം നമ്മളുടെ ഇവിടെ തന്നെ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കുള്ള പിൽഗ്രിമേജ്, അതിന്റെ എക്കണോമിക് ബെനിഫിറ്റ് എടുക്കുന്ന ഹിന്ദുസ് മാത്രമാണോ? അതിന്റെ ഓൺ ദ വേ ഒരുപാട് ഷോപ്പുകളും എല്ലാം കാണാം. അവിടെ മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും അതിന്റെ, അതുപോലെ തന്നെ ഇപ്പം ശബരിമല പിൽഗ്രിമേജ് മാത്രമല്ല, ഇപ്പൊ ഒരു മറ്റൊരു ക്രിസ്ത്യാനിറ്റിയിൽ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടോ വർഷിപ്പിംഗ് പ്ലേസസിലേക്ക് പിൽഗ്രിമേജ് നടന്നാലും ആ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണമെങ്കിൽ അവിടെ ഇപ്പം മുസ്ലിം പള്ളിയിലേക്കാണ് ആ പിൽഗ്രിമേജ് എങ്കിൽ മുസ്ലിംസിന്റെ ഹോട്ടലിൽ നിന്ന് മാത്രമേ ആൾക്കാർ കഴിക്കുള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ അതിന്റെ എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് എടുക്കുന്നത് പല റിലീജിയനിലുള്ള ആൾക്കാരായിരിക്കും. അതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സെക്യുലറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തായാലും കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള എനിമിറ്റി കൂട്ടാനേ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഉത്തരാഖണ്ഡ് ആൻഡ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഷുഡ് റെക്ടിഫൈ ദെയർ ഓർഡർ എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഹിന്ദു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എഡിറ്റോറിയൽസ്. പിന്നെ ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് 2024 കുറിച്ച് ഒരു അനാലിസിസ് ഇവിടെ ഉണ്ട്. ലോങ് ഓൺ ഇന്റന്റ്, ഷോർട്ട് ഓൺ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇതില് അവർ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിലെ ഇന്റന്റ് വളരെ നല്ലതാണ്, പക്ഷേ അതിൽ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് വളരെ ഷോർട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇതിൽ ബഡ്ജറ്റിന്റെ പല പ്രൊവിഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് എത്രയാ പച്ചേക്കുന്ന 4.9% ഓഫ് GDP. അടുത്ത കാലത്ത് നമ്മൾ ഇത്രയും ബോൾഡ് ആയിട്ട് ഉള്ള ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് വയ്ക്കുന്നത്, ഇത്രയും ആംബിഷ്യസ് ആയിട്ടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് വയ്ക്കുന്നത് ഇപ്പോഴാണ്. കാര്യം പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ വന്നതിന് ശേഷം നമ്മളുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് 9% വരെയൊക്കെ കയറിയതായിരുന്നു. പക്ഷെ നമ്മളുടെ വളരെ ബോയന്റ് ആയിട്ടുള്ള ടാക്സ് റവന്യൂ, അതാണ് ഗവൺമെന്റ് സഹായിക്കുന്നത്. ഒപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയ വലിയൊരു ഡിവിഡന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ ഡിവിഡന്റ് കിട്ടി. അതൊരിക്കലും ഗവൺമെന്റ് പ്രതീക്ഷിച്ചല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്, ഒരു വിൻഫോൾ ഗെയിൻ ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് ഡിവിഡന്റ് ആൻഡ് ഓൾസോ എ ബോയന്റ് ടാക്സ് കളക്ഷൻ, ബെറ്റർ ദാൻ എക്സ്പെക്ടഡ് ടാക്സ് കളക്ഷൻ. അവർ ആദ്യം ബഡ്ജറ്റിൽ ഒരു എസ്റ്റിമേറ്റ് പറയും, ഈ വർഷം നമുക്ക് ഇത്ര ഡയറക്റ്റ് ടാക്സ് കിട്ടും, ഇത്ര ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. പക്ഷെ ഒരു ഹാഫ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിനേക്കാളും ഇത് എക്സീഡ് ചെയ്യുന്ന അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ റിവൈസ്ഡ് ടാർഗറ്റ് വയ്ക്കും. പക്ഷേ ഫുൾ ഇയർ ആകുമ്പോൾ ഈ റിവൈസ്ഡ് ടാർഗറ്റിനെ എക്സീഡ് ചെയ്താണ് ഇപ്പൊ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇത് പോകുന്നത്. അപ്പൊ ഇതാണ് ഇവർക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് ഈ 4.9%, ഇപ്പൊ 5.1% ആയിരുന്നു നമ്മുടെ ഇന്ററിം ബഡ്ജറ്റിൽ വെച്ചിരുന്നത്. അതായത് ഫെബ്രുവരിയിൽ വന്ന ഇന്ററിം ബഡ്ജറ്റിൽ അത് 5.1% ആയിരുന്നു. അതിപ്പോ ഫുൾ ബഡ്ജറ്റ് 4.9% ആയിട്ട് അവർ കുറയ്ക്കാൻ പറ്റി. ഇത് കുറഞ്ഞ് ഇല്ലാതാവണം. ഓക്കെ, ഇല്ലാതെയൊന്നും ആവൂല, ഇല്ലാതാവാൻ ഈവൻ അമേരിക്കയ്ക്ക് പോലും പാടായിരിക്കും. അപ്പൊ 4.5% ഓഫ് GDP ആയിട്ട് നമ്മളുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് അടുത്ത 2 വർഷം കൊണ്ട് കൊണ്ടുവരും. അതായത് ഫിനാൻഷ്യൽ 2026 കൂടി അതും പഠിച്ചു വെച്ചോണം. 4.5% ഓഫ് GDP ആയിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുമോ എന്നും ഈ ഫിസിക്കൽ ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് പറയുന്നുണ്ട്. അത് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം ഞാൻ നിങ്ങളെ പറഞ്ഞല്ലോ. ഇന്റർനാഷണൽ റേറ്റിംഗ് ഏജൻസീസിൽ നിന്ന് ഇന്ത്യയുടെ എക്കോണമിക്കുള്ള റേറ്റിംഗ് എൻഹാൻസ്മെന്റ് കിട്ടും. റേറ്റിംഗ് അതായത് S&P, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഫിച്ച്, മൂഡീസ് എന്നൊക്കെ പറഞ്ഞാണ് വേൾഡിലെ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. അവരിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എൻഹാൻസ്മെന്റ് കിട്ടാൻ സഹായിക്കും. അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ ബോറോവിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ഗവൺമെന്റ്. ഓക്കെ, പിന്നെ പിന്നീട് അപ്പൊ അത് ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഡ്രോബാക്ക് ആയിട്ട് ബഡ്ജറ്റ് പറഞ്ഞേക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, സോഷ്യൽ വെൽഫെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറച്ചു എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ അവർ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പിന്നീട് ബഡ്ജറ്റ് കുറച്ചെന്നേ പറയുന്നുള്ളൂ. ഇന്ന സംഭവം ആണെന്ന് അവർ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നതാണ്,
MGNREGS എന്ന് പറയുന്ന സ്കീം, MGNREGS എന്ന് പറയുന്ന സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത എന്റെ ഓർമ്മ ശരിയാണ് 86,000 crores ആണ് ഗവൺമെന്റ് മാറ്റിവെച്ചത്. 86,000 crore. ഈ 86,000 crore ഇൻഎഡ്യൂക്കേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു സ്കീമാണ് ഇത്. അപ്പൊ അതിന്റെ ബഡ്ജറ്റ് വച്ചേക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറവാണ് എന്ന് പറയാം. അപ്പൊ അതുപോലെ പല കാര്യങ്ങളിലും. അപ്പം അതാണ് ഈ സോഷ്യൽ വെൽഫെയർ. അതുപോലെ സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ അത് പറയാൻ വിട്ടുപോയതാ. പല സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോരോ സയൻസ് നമ്മുടെ സ്പേസ്, പിന്നീട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അങ്ങനെ ഓരോരോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിനും ഇന്നോവേഷൻസിനും ഒക്കെ വേണ്ടിയുള്ള ഓരോരോ ഡിപ്പാർട്ട്മെന്റൊക്കെ ഒരു ഫണ്ടിങ് കൊടുക്കും. അപ്പൊ ആ ഫണ്ടിങ് ഈ ISROയ്ക്കൊക്കെ ഈ സ്പേസിനെ കൊടുത്തേക്കുന്നത് കഴിഞ്ഞ വർഷത്തിന്റെ ഏതാണ്ട് അതേപോലെ തന്നെയാണ്. ചില ഡിപ്പാർട്ട്മെന്റൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള ഫണ്ടിങ് കുറച്ചു. അതൊരു ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 11.1 crore ആണെന്ന് തോന്നുന്നത്. 11.1 lakh crore, അതായത് 11,10,000 കോടി രൂപ. അത് യഥാർത്ഥത്തില് നമ്മളുടെ ഇന്ത്യൻ ബഡ്ജറ്റിലൊക്കെ പറഞ്ഞിരുന്ന ആ സെയിം എമൗണ്ട് തന്നെയാണ്. അത് വേണമെങ്കിൽ അവർക്ക് അതിലും കൂടുതൽ കൂട്ടാമായിരുന്നു. കാരണം ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ റിസർവ് ബാങ്കിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ഡിവിഡൻഡ് ഒക്കെ കിട്ടിയില്ല. അത് ഈ ഇന്ത്യൻ ബഡ്ജറ്റ് ഒക്കെ വന്നതിന് ശേഷമാണ്. അപ്പൊ അത് വേണമെങ്കിൽ വീണ്ടും കൂട്ടായിരുന്നു. അപ്പൊ പക്ഷെ ഗവൺമെന്റ് അത് കൂട്ടാത്തതിന്റെ കാരണം ഇതാണ്. ഗവൺമെന്റിന്റെ മെയിൻ കൺസേൺ ഇപ്പൊ ഇതാണ്, നമ്മളുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.9% നിർത്തുക എന്നുള്ളതാണ്. അപ്പോ അതാണ് ഗവൺമെന്റ് മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഇവര് പറയുന്നത്, എക്കണോമിസ്റ്റുകൾ പറയുന്നത് വേണമെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാമായിരുന്നു. പക്ഷേ അത് ഗവൺമെന്റ് ചെയ്യാത്തത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ കൺസംഷൻ, നമ്മളുടെ GDP ഗ്രോത്ത് ഉണ്ടാകുന്ന മെയിൻലി കൺസംഷൻ ബേസ്ഡ് ആണ്. ഇന്ത്യയുടെ എക്കോണമിയുടെ പ്രത്യേകത അതാണ്. നമ്മളുടെ GDP ഗ്രോത്ത് ഉണ്ടാകുന്നത് മെയിൻലി ഇന്ത്യക്കകത്തുള്ള ഇന്റേണൽ കൺസംഷൻ. അതായത് ഞാനും നിങ്ങളും ഇവിടുത്തെ നമ്മളെക്കാളും പാവപ്പെട്ട ആൾക്കാരും നമ്മളെക്കാളും സമ്പന്നരായിട്ടുള്ള ആൾക്കാരും അവരുടെയൊക്കെ കൺസംഷൻ, ആ ഒരു കൺസംഷന്റെ ബേസിൽ നമ്മളുടെ എക്കോണമിക്കകത്ത് ഡിമാൻഡ് ജനറേറ്റ് ചെയ്യപ്പെടും. ആ ഡിമാൻഡിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് GDP ഗ്രോത്ത് ഉണ്ടാകുന്നത്. ചൈനയിലൊന്നും അങ്ങനെയല്ല. ചൈനയിലൊക്കെ അവിടെ ഒരു കൺസംഷന്റെ ബേസിലുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടാണ് അവരുടെ എക്കോണമി ഒക്കെ കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഈ കൺസംഷൻ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി ഇപ്രാവശ്യം ഗവൺമെന്റ് ചെയ്തതെന്ന് വെച്ചാല് എന്താണ്, ഇൻകം ടാക്സ് സ്ലാബ്സിൽ കുറച്ച് ട്വീക്കിംഗ് വരുത്തിയാ ചെയ്തത്. ഇൻകം ടാക്സ് സ്ലാബ്സിൽ അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ചാൽ പറഞ്ഞ ഏതാണ്ട് 17,500 rupeesന്റെ സേവിങ്സ് ന്യൂ ടാക്സ് റെജിമിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. ഈ 17,500 അതുപോലെ ഇവിടെ ഇന്ത്യയിലെ ലാക്സ് ഓഫ് ആൾക്കാർ പിന്നീട് സാലറിയുടെ ക്ലാസ് ഉണ്ട്. അത് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ആയിരിക്കണമെന്നില്ല, പ്രൈവറ്റ് സെക്ടറിലും ആവാം. അപ്പം ഇത് അവരുടെ പിന്നീട് ഇത് അവർക്ക് ഈ ഒരു സേവിങ്സ് ആയിട്ട് അവരുടെ കയ്യിലേക്ക് വരുന്ന പൈസ അവർ കൺസ്യൂം ചെയ്യുകയും അങ്ങനെ കൺസംഷൻ കൂട്ടുന്ന രീതിയിലാണ് ഇൻകം ടാക്സ് ലാബിലി ട്യൂക്കിംഗ് വരുത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊപ്പം തന്നെ നമ്മളുടെ ഹൗസ് ഹോൾഡ് സേവിങ്സ് കൂട്ടുന്നതിനുള്ള നടപടികളും കൂടി എടുക്കാമായിരുന്നു. കാര്യം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സർവേകളിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ ഹൗസ് ഹോൾഡ് സേവിങ്, അതായത് ഓരോ വീട്ടുകാരുടെ കയ്യിലുള്ള സേവിങ്സ് ആ എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ്. അപ്പൊ ഹൗസ് ഹോൾഡ് സേവിങ്സ് കൂട്ടാനും കൂടെ ഉള്ള നടപടികൾ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അത് വലുതായിട്ട് ഇതിനകത്ത് ഇല്ല എന്ന് പറയുന്നു. പിന്നെ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ് ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. എംപ്ലോയ്മെന്റ് ജനറേഷൻ നമ്മൾ ഇന്നലെ കുറെ സ്കീംസ് ഒക്കെ പറഞ്ഞല്ലോ. മറ്റേ 500 കമ്പനികളിൽ 500 കമ്പനികളിൽ അടുത്ത 5 വർഷം കണ്ട് 1 crore ആൾക്കാരെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൊടുക്കുക. അതിൽ ഓരോ മാസം അവർക്ക് 5,000 രൂപ വെച്ച് ഈ അപ്രന്റീസ്ഷിപ്പ് അണ്ടർഗോ ചെയ്യുന്ന ട്രെയിനീസിന് കിട്ടും. പ്ലസ് ഒരു 1 time പേയ്മെന്റ് ഓഫ് 6,000 rupees. അങ്ങനെ 66,000 രൂപ ഒരാൾക്ക് കിട്ടും. പിന്നെ അഡീഷണൽ ജോബ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയൊക്കെ അത് എംപ്ലോയറിനാണ്. നമ്മളുടെ PF കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാസം തോറും 3,000 രൂപ വെച്ച് 2 വർഷം, അങ്ങനെ 72,000 രൂപ 72,000 rupees എംപ്ലോയറിന് കൊടുക്കും. അങ്ങനെ എംപ്ലോയറിനും എംപ്ലോയിക്കുമായിട്ട് കുറെ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്ത് ഗവൺമെന്റ് ട്രൈ ചെയ്യുന്നത് നമ്മളുടെ എംപ്ലോയ്മെന്റ് അടുത്ത 5 വർഷം കൊണ്ട് ഏതാണ്ട് 4.1 crore യൂത്തിന് ഗുണം കിട്ടുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേഷനും അവരുടെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പമായിട്ട് അവർ പറയുന്നത്, ഞാനും ഇന്നലെ ആലോചിച്ചതാണ്, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇൻസെന്റീവ്സ് കൊടുക്കുക വഴി
യഥാർത്ഥത്തിൽ ജോബ് ജനറേഷൻ ഗ്രൗണ്ട് ലെവലിൽ നടക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് ഇവരും അത് പറയുന്നുണ്ട്. പ്ലസ് ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൊടുക്കുമ്പം 1 crore യൂത്ത് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങും. പക്ഷെ ആ പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് ഇതൊരു പുറത്തിറങ്ങുന്നത് വരെ അവർക്കൊരു ഒരു അർബൻ എംപ്ലോയ്മെന്റ് സ്കീം പോലെ ഇതിനെ കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഈ ഇപ്പം 1 വർഷമല്ലേ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കിട്ടുള്ളൂ. ആ സമയത്ത് അവർക്ക് 66,000 റുപ്പീസും കിട്ടും. അത് നല്ല കാര്യം തന്നെ. പക്ഷെ അത് ഇറങ്ങി കഴിയുമ്പോൾ ഈ സ്കിൽഡ് ആയിട്ടുള്ള അവർക്ക് ഫെർദർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവർക്ക് അവരെ പിന്നെ ഇൻഡക്ട് ചെയ്യണം വേരിയസ് ഇൻഡസ്ട്രീസിലേക്ക്, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് തുടങ്ങണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുക എന്നുള്ളതും ഉണ്ട്. അപ്പം അത് പിന്നീട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അൺഎംപ്ലോയ്മെന്റിന് കാരണമാവല് ആ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് വഴി എന്നും ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ MSME സെക്ടറിനെ കൊടുത്ത കാര്യങ്ങൾ അത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നീട് ഇത് രണ്ടാമത്തെ ഒരു പാർട്ടിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. കാര്യം എക്സ്പെർട്ടുകളെല്ലാം ഇതിന്റെ ഹിന്ദുവിന്റെ അകത്ത് നിന്ന് അനലൈസ് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. MSME സെക്ടർ ഇന്നലെ പറഞ്ഞു ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ടിന്റെ 47% അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന MSME സെക്ടർ എക്സ്പോർട്ടിന്റെ. അതുപോലെ മൊത്തം നമ്മളുടെ മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഔട്ട്പുട്ടിന്റെ ഏതാണ്ട് 35 to 36% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് MSME സെക്ടർ. അതുകൊണ്ട് തന്നെ MSME സെക്ടറിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 100 crores വരെ അവർക്ക് മെഷീനറി വാങ്ങുന്നതിന് ഗവൺമെന്റ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ബാങ്കിൽ പോയി കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കണ്ട, കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ 100 crores വരെ അവർക്ക് മെഷീനറി വാങ്ങാൻ. പക്ഷെ അതിന് വേറെ അവരുടെ ക്രെഡിറ്റ് അനാലിസിസ് ഒക്കെ ഒരു പ്രത്യേക ഫ്രെയിംവർക്കിൽ ബാങ്കുകൾ ചെയ്യണം. അതൊക്കെ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പം അത് ഉണ്ട്. പക്ഷേ ഈ MSME സെക്ടറിൽ ഈ ക്രെഡിറ്റ് പ്രോബ്ലം മാത്രമല്ല ഉള്ളത്. സ്വാഭാവികമായിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി വേണം അവർക്ക്. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം വഴി അവർക്ക് ക്രെഡിറ്റ് കിട്ടുന്നത് നല്ലത് തന്നെ. അതേ സമയത്ത് അവർക്ക് ഒരു കണ്ടൂസീവായ എൻവയോൺമെന്റ് ഫോർ ദെയർ ഗ്രോത്ത്, അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും അവരുടെ ഗ്രോത്തിനും വേണ്ടിയുള്ള ഒരു കണ്ടൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനുള്ള നടപടികളും ഉണ്ടാവണം. അത് ഈ പറഞ്ഞത്. പിന്നെ വേറെ കാര്യം, ഈ GST ആയിട്ടൊക്കെ ബന്ധപ്പെട്ട MSME സെക്ടറിൽ കുറെ പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമായ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ ഫയലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിൽ MSME സെക്ടറിൽ കുറെ പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആണ്. അപ്പോഴൊക്കെ അവർക്ക് ഒരു കണ്ടൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ക്രെഡിറ്റ് മാത്രം കൊടുത്താൽ പോരാ. അതിപ്പം ഏതാണ്ട് ആ പ്രോബ്ലം സോൾവ് ആയി, ക്രെഡിറ്റ് പ്രോബ്ലം. പിന്നെ ഈ പറയുന്നത് ഈ നമ്മളുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ കുറെയൊക്കെ ബഡ്ജറ്റിൽ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റ് മൗനം പാലിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ മുദ്ര ലോൺ എത്രയായിട്ടാണ് ഇന്നലെ കൂട്ടിയത്? മുദ്ര ലോൺ ഇന്നലെ പറഞ്ഞു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഇതുപോലെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് കിട്ടാത്ത ലോണാണ്. അപ്പൊ നമ്മൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഒന്നും അല്ല. ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണ്. ഐ ഹാവ് നോ business background, but I am having a plan to start a new business, a small scale business, and I have a detailed project about it. If I approach a bank with this detailed project, I can apply for Mudra loan, and if I am found eligible, bank will provide me Mudra loan. Mudra means Micro Units Development and Refinancing Agency. Mudra, Micro Units Development and Refinancing Agency. That loan I will get from that bank. That was 10 lakhs rupees up to ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അത് ആ ഒരു 10 ലക്ഷം രൂപ വരെ എനിക്ക് കിട്ടുകയുള്ളായിരുന്നു. പക്ഷേ ഞാനത് ആ 10 ലക്ഷം ഇപ്പൊ ആ 10 ലക്ഷം 20 lakhs ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷെ ആ 10 ലക്ഷം എനിക്ക് ആദ്യം തരും. അത് ഞാൻ മര്യാദയ്ക്ക് തിരിച്ചടയ്ക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ എനിക്ക് ആ 20 lakhs എലിജിബിലിറ്റി ഉള്ളൂ. പക്ഷെ ആ 20 lakhs എന്ന് പറയുന്നത് ഇൻക്രീസ് വളരെ നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഏത് രീതിയിലുള്ള സ്റ്റാർട്ട് ചെയ്യാനും 20 lakhs rupees നമുക്ക് സഫീഷ്യന്റ് ആണ്. ഓക്കെ, ഒരുവിധം. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതില് അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഏഞ്ചൽ ടാക്സ് എടുത്ത് കളഞ്ഞു. സ്റ്റാർട്ടപ്പ് ഏഞ്ചൽ ടാക്സ് അത് ഇന്നലെ പഠിപ്പിച്ചാണ്. ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ഇന്നലെ പറഞ്ഞു. അത് എടുത്ത് കളഞ്ഞു. ഇപ്പം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെ നിന്ന് കളക്ട് ചെയ്തത് ഏഞ്ചൽ ടാക്സ് എടുത്ത് കളഞ്ഞു. അത് നല്ല കാര്യം തന്നെ. പക്ഷെ അപ്പോഴും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ PLI സ്കീം, ഗതിശക്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ വലുതായിട്ടൊന്നും പറയുന്നില്ലെന്നാണ്. ഈ PLI അറിയാലോ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. പക്ഷെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമോട്ടീവ് സെക്ടറിലൊക്കെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഗവൺമെന്റ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാ സെക്ടേഴ്സിലൊന്നും ഇല്ല. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ റീസെന്റ് ആയിട്ടൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ
ഇത്ര രൂപ അതിലൊരു ത്രഷോൾഡ് ഉണ്ട്, ഇത്ര എമൗണ്ട് മിനിമം ഇൻവെസ്റ്റ് ചെയ്താൽ ഗവൺമെന്റ് അത്രയും അതിൽ ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുക. ഇപ്പൊ സപ്പോസ് ഇപ്പൊ 1000 കോടിയാണ് ഒരു പർട്ടിക്കുലർ മേഖലയിൽ ഇൻസെന്റീവ് കിട്ടാനുള്ള ത്രഷോൾഡ് എങ്കിൽ ഈ 1000 കോടി അവർ ഇൻവെസ്റ്റ് ചെയ്യണ്ട. 1000 കോടി ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ കൊടുത്താൽ ചിലപ്പോൾ അതിൽ 50% ഒക്കെ ചിലപ്പോൾ ഗവൺമെന്റ് വഹിക്കും, ബാക്കി മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ അവർ ഇത്ര ജോബ് ജനറേറ്റ് ചെയ്യണം ഇത്ര വർഷം കൊണ്ട്, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ കൊടുക്കുക. അതാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് അതുവഴി കൂടും, ഒപ്പം ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് സെക്ടേഴ്സിൽ, ബിസിനസ് സെക്ടേഴ്സിൽ, മാനുഫാക്ചറിങ് സെക്ടറിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഉണ്ട്. ഇലക്ട്രോണിക് സെക്ടറിലുണ്ട്, വൈറ്റ് ഗുഡ് സെക്ടറിലുണ്ട്, ഓട്ടോമോട്ടീവ് സെക്ടറിലുണ്ട്, നമ്മളുടെ സെമി കണ്ടക്ടർ സെക്ടറിലുണ്ട്, ടെക്സ്റ്റൈൽ സെക്ടറിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ ഔട്ട്ലൈനിങ് ഓഫ് അർബൻ ട്രാൻസ്ഫോർമേഷൻ സ്ട്രാറ്റജീസ്, അത് നമ്മളുടെ ബഡ്ജറ്റിന്റെ ബേസിലുള്ളത് തന്നെയാണ്. അർബൻ ട്രാൻസ്ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടതാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ അർബനൈസേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷവും 2 to 2.5% റേറ്റിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മളുടെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ അർബൻ മേഖലയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ അർബൻ പോപ്പുലേഷൻ ഓരോ വർഷവും 2 to 2.5% റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ മൊത്തം 50 കോടിയോളം ജനങ്ങൾ അർബൻ മേഖലയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർബൻ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വരും കാലങ്ങളിൽ. എസ്പെഷ്യലി നമ്മൾ വികസിത് ഭാരത് ബൈ 2047 എന്നുള്ളൊരു മോട്ടോയായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. 2047 ആകുമ്പോൾ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയിട്ട് 100 years ആവും. അറ്റ് ദാറ്റ് ടൈം ഇന്ത്യ ഷുഡ് ബിക്കം എ ഡെവലപ്ഡ് നേഷൻ. ദാറ്റ് ഈസ് ദ മോട്ടോ ഫോർ ഗവൺമെന്റ്. അപ്പം അതിൽ ഈ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോണത് അർബൻ ഏരിയാസ് ആയിരിക്കും. അപ്പോൾ ഈ അർബൻ ഏരിയാസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അർബൻ ഹൗസിംഗ് പ്രോബ്ലം ആണ്. എസ്പെഷ്യലി നമ്മുടെ ലോവർ മിഡിൽ ക്ലാസ്സിലേക്കുള്ള ആൾക്കാർക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം പോലുള്ള ഒരു സ്മോൾ സിറ്റിയിൽ പോലും ഒരു ഡ്വെല്ലിംഗ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതൊരു സ്മോൾ സിറ്റിയാണ്, ഒരു ബിഗ് സിറ്റി പോലും അല്ല, എന്നിട്ട് പോലും. അപ്പം പിന്നെ ബിഗ് സിറ്റീസിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്കീം തുടങ്ങി. വർഷം പഠിച്ചു വെച്ചേക്കാം 2015. അതിന്റെ പേര് PMAY എന്നാണ്, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിന്റെ അർബൻ വെർഷനെ കുറിച്ച് അത് ഈ പറഞ്ഞത്. റൂറൽ വെർഷനും ഉണ്ട്, അർബൻ വെർഷനും ഉണ്ട്. ഓക്കെ, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വെർഷന്റെ അണ്ടറിൽ 1 crore ഹൗസസ് പുതുതായിട്ട് നിർമ്മിക്കാൻ ഈ ബഡ്ജറ്റിൽ പ്രൊവിഷൻ പറയുന്നുണ്ട്. 1 crore ഹൗസസ്. അതിനുവേണ്ടി 10 lakh crore ആണ്. 10 lakh crore. അതില് 2.2 lakh crore സെൻട്രൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യും. 2.2 lakh crore. അപ്പൊ മൊത്തം 10 lakh crore 1 crore ഹൗസസ് ഫോർ അർബൻ പുവർ പീപ്പിൾ. അത് വർഷമൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ അതില് ഈ 10 lakh crore 2.2 lakh crore ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് ഞാൻ അപ്പം ഓൾറെഡി ഈ സ്കീം വഴി 85 lakhs ഹൗസസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. 8 lakh crore ഇൻവെസ്റ്റ്മെന്റിൽ 8 lakh crore ഇൻവെസ്റ്റ്മെന്റിൽ 85 lakh ഹൗസസ് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തു. 2015 തൊട്ട് തുടങ്ങിയതല്ലേ, ഇപ്പൊ 9 years ആയല്ലേ. അപ്പൊ ഇത് ഇനി ഒരു 1 crore ഹൗസസും കൂടെ കൺസ്ട്രക്ട് ചെയ്യും. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സ്കീം ഉപയോഗിച്ച് ഫോർ സിറ്റിയിൽ താമസിക്കുന്ന ലോവർ മിഡിൽ ക്ലാസ്സിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി 10 lakh crore ആണ് എക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ. ഔട്ട് ഓഫ് ദിസ് 2.2 lakh crore വിൽ ബി സ്പെൻഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതൊരു നല്ല കാര്യം ആയിട്ട് ഇതില് അവര് പറയുന്നുണ്ട്. ഓക്കെ, അത് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഹൗസിംഗ് നീഡ്സ് സോൾവ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ല ഒരു പരിഹാര നടപടിയാണ്. ഒപ്പം ഇത് സ്വന്തമായിട്ട് താമസിക്കും. ഇനി മൈഗ്രന്റ് പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് ഇപ്പൊ ബംഗാളികളൊക്കെ നമ്മളെയൊക്കെ സിറ്റികളിൽ വന്ന് താമസം, അവർ മൈഗ്രന്റ് ലേബേഴ്സ് ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് താമസിക്കാൻ ഒരുപക്ഷെ താല്പര്യം കാണത്തില്ല. ബിക്കോസ് their permanent residencies in some other states, they will go back. So അത് മാത്രമല്ല, അവർക്ക് ചിലപ്പം അവരുടെ വരുമാനം അനുസരിച്ച് ഈവൻ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടിങ് വെച്ച് പോലും അവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർ മിക്കവാറും റെന്റഡ് ഹൗസസ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും ഇവര് ഈ സിറ്റികളിൽ വരുമ്പോൾ ഇവർ സ്ലംസിൽ കഴിയേണ്ട ഒരു അവസ്ഥ വരും. അവർക്ക് പ്രോപ്പറായിട്ടുള്ള റൂഫിംഗ് പോലും ഇല്ല, കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് റെന്റഡ് ഹൗസസ്, അത് ഡോർമിറ്ററി മോഡലുള്ള റെന്റഡ് ഡ്വെല്ലിങ്സ്, അതാണ് ഗവൺമെന്റ് ഇപ്പൊ ഇതിൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, the migrant population working in industry has been surviving in general slums and earning for roof over their head and a functional housing unit close to their workplaces. The budget has announced new rental housing with the dormitory type accommodation for industrial workers. അവർക്ക് റെന്റൽ ഹൗസസ്
പക്ഷെ അത് ഡോർമിറ്ററി ടൈപ്പ് ആയിട്ടുള്ള സംഭവമായിരിക്കും. അതിപ്പോൾ നമ്മളെ UAE പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുന്ന ലേബേഴ്സിനൊക്കെ ആ രീതിയിലുള്ള അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയ്യാനായിരിക്കും. പക്ഷെ ഇത് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനീസ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ നമ്മളുടെ സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ഉണ്ടല്ലോ, മേയർ അല്ല, കോർപ്പറേഷൻ, അവരുമായിട്ടൊക്കെയുള്ള പാർട്ട്ണർഷിപ്പിൽ ചെയ്യും. അപ്പൊ അതിന് PPP മോഡലായിരിക്കും അപ്പൊ അഡോപ്റ്റ് ചെയ്യാൻ പോകണം. PPP എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ. അപ്പൊ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുമ്പോഴും ചിലപ്പോൾ അവർക്കത് എക്കണോമിക്കലി വയബിൾ ആയിരിക്കത്തില്ല, ആർക്ക്? ഈ പ്രൈവറ്റ് പാർട്ടീസിന്. അപ്പം അവിടെ ഒരു VGF എന്നുള്ളൊരു സംഭവം പ്രൊവൈഡ് ചെയ്യും സെൻട്രൽ ഗവൺമെന്റ്. അതാണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത്. VGF എന്ന് പറഞ്ഞാൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. എന്താണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്? ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നത് സിംപ്ലി ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഇപ്പൊ 100 കോടി രൂപ വെച്ച് നടപ്പാക്കണമെന്ന് കരുതിക്കോ. അത് അത്യാവശ്യമാണ് അവിടെ നടപ്പാക്കണം. പക്ഷെ ആ 100 കോടി രൂപ വെച്ച് നടപ്പാക്കാൻ ഗവൺമെന്റ് അല്ല നടപ്പാക്കേണ്ടത്, പ്രൈവറ്റ് പാർട്ടിയാണ് നടപ്പാക്കേണ്ടത് കരുതിക്കോ. പ്രൈവറ്റ് പാർട്ടിക്ക് പക്ഷേ 100 കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് പ്രോഫിറ്റ് അവർക്ക് കിട്ടത്തില്ല എന്നും കരുതിക്കോ. പക്ഷെ ഗവൺമെന്റ് അവരെ പ്രോഫിറ്റബിൾ ആക്കും. ഗവൺമെന്റ്, അതായത് അവിടെ എത്ര നഷ്ടം വരാൻ സാധ്യതയുണ്ടോ ആ നഷ്ടം ഗവൺമെന്റ് പരിഹരിക്കും. അതാണ് വയബിലിറ്റി ഗ്യാപ്പ്, വയബിലിറ്റിയുടെ ഗ്യാപ്പ്. അത് ഫണ്ടിങ് വഴി ഗവൺമെന്റ് നികത്തും. അപ്പൊ അങ്ങനെയാണ് ഈ റെന്റഡ്. അത് പല മേഖലകളിലുണ്ട്. ഉഡാൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട്, ഉഡാൻ, ഉഡേ ദേശ്. അത് ഇല്ല, ഞാൻ പറയാണ്, ഉഡേ ദേശ് കാ ആം നാഗരിക് എന്ന് പറയുന്ന സ്കീം. അതായത് സിവിൽ ഏവിയേഷൻ ജേണി. ഉഡാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോവാം. ഇതിന്റെ അകത്തില്ല, ജസ്റ്റ് ഒന്ന് പറയാണ്. ഉഡാൻ, ഉഡേ ദേശ് കാ ആം നാഗരിക്, ഉഡേ ദേശ് കാ ആം നാഗരിക്. ആ പേര് തന്നെ ഉണ്ട്, പറക്കാനാണ്. സിവിൽ ഏവിയേഷൻ, അതായത് പ്ലെയിൻ ജേണി കോമൺ മാനിന് അഫോർഡബിൾ ആക്കാനാണ്. അപ്പൊ അത് ഇപ്പം ഫങ്ഷണൽ അല്ലാത്ത എയർപോർട്ടുകളുള്ള സ്ഥലത്ത് എയർപോർട്ട് കാണും, പക്ഷെ അവിടെ പ്ലെയിൻ ഒന്നും വരുന്നില്ലായിരിക്കും. കാര്യം അവിടെ നഷ്ടമായിരിക്കും കമ്പനിയൊക്കെ. ഇപ്പൊ മധുര ഒരു എക്സാമ്പിൾ ആണ്. അവിടെ എയർപോർട്ട് ഉണ്ട്, പക്ഷെ പ്ലെയിൻ ഒന്നും വലുതായിട്ട് വരത്തില്ല. ഞാൻ ഹൂബ്ലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കർണാടകത്തിൽ. അവിടെ എയർപോർട്ട് ഉണ്ട്, പക്ഷെ പ്ലെയിൻ ഒന്നും വലുതായിട്ട് വരത്തില്ല. അപ്പൊ അതെന്താ നഷ്ടം? അപ്പൊ ഈ അത് കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പ്ലെയിൻ ജേണി അവർക്ക് എയർപോർട്ട് ഉണ്ടായിരുന്നാലും കിട്ടാത്ത അവസ്ഥ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്ങോട്ടേക്ക് പറക്കാൻ പ്ലെയിനുകളെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഗവൺമെന്റ് പരിഹരിക്കും. ഉഡാൻ സ്കീമിൽ അങ്ങോട്ട് ഡിസ്ഫങ്ഷണൽ ആയിട്ട് കിടക്കുന്ന എയർപോർട്ടുകളിലേക്കുള്ള പറക്കൽ കൊണ്ടുണ്ടാകുന്ന നഷ്ടം ഈ പ്രൈവറ്റ് കമ്പനീസിന് ഗവൺമെന്റ് പരിഹരിച്ചു കൊടുക്കുക. അതിന്റെ അണ്ടറിൽ ഒരു VGF ഫോം ചെയ്തിട്ടുണ്ട്, ഉഡാൻ സ്കീമിന്റെ അണ്ടറിൽ, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അതുപോലെ ഇപ്പൊ കണ്ണൂർ ടു ബാംഗ്ലൂർ, കണ്ണൂർ ഒരു എയർപോർട്ട് ഉണ്ട്. കണ്ണൂർ ടു ബാംഗ്ലൂർ ഒരു പ്ലെയിൻ ഉണ്ടെന്ന് കരുതിക്കോ. അതിൽ കുറച്ച് സീറ്റുകൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നീക്കി വയ്ക്കും. അതായത് ഇത്ര രൂപയ്ക്ക് ആ സീറ്റ് കൊടുക്കാവുള്ളതാണ്. അപ്പം അപ്പോഴും ഈ പ്ലെയിൻ കമ്പനിക്ക് നഷ്ടം വരും. പാവപ്പെട്ട ആൾക്കാർക്ക് പ്ലെയിൻ ജേണി ആക്സസിബിൾ ആക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ നഷ്ടവും ഏതിലായിരിക്കും പിന്നീട് സോൾവ് ചെയ്ത് കൊടുക്കുന്ന VGF ഉപയോഗിച്ചായിരിക്കും, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഉപയോഗിച്ചായിരിക്കും. അപ്പൊ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഉഡാൻ സ്കീമിലും ഒക്കെ ഉള്ളതാണ്. അതുപോലെ ഇവിടെ പിന്നെ ഓൾറെഡി തന്നെയുള്ള 2 സിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള സ്കീമുകളെ കുറിച്ച് പറഞ്ഞത്, അമൃത്, അതുപോലെ സ്മാർട്ട് സിറ്റി. ഈ സ്മാർട്ട് സിറ്റി മിഷൻ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്, ഒപ്പം തന്നെ കൊച്ചിയിലും ഉണ്ട്, കേരളത്തില്. അങ്ങനെ ഇന്ത്യ മുഴുവൻ 100 സിറ്റീസിലാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു, സ്മാർട്ട് സിറ്റീസ് മിഷൻ തീർന്നു. പക്ഷെ തീർന്നെങ്കിൽ അതിന്റെ ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് ഒരു 2400 crore കൂടി ഈ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്, അവസാന മിനുക്ക് പണിയൊക്കെ വേണ്ടി. അത് കഴിഞ്ഞ സ്കീമാണ്. പക്ഷെ അമൃത് അങ്ങനെയല്ല. അമൃത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അമൃത് എന്ന് പറഞ്ഞാൽ അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അമൃത് എന്താണ്? അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അതിന് വേണ്ടിയിട്ട് 8000 crore ഈ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് നമ്മളിപ്പോ വീടുകളുടെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. വീട് മാത്രം പോരല്ലോ, സിറ്റികളിലെ വാട്ടർ സപ്ലൈ വേണം, സാനിറ്റേഷൻ വേണം, റോഡ് വേണം, സീവേജ് സിസ്റ്റം വേണം. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട സിറ്റികളിൽ സ്മാർട്ട് സിറ്റി മിഷൻ ഉള്ളത്. ഇനി അതിൽ തെരഞ്ഞെടുക്കപ്പെടാത്ത സിറ്റികളിലാണ് അമൃത് ഉള്ളത്. പക്ഷേ ഈ അമൃത് വഴി പ്രൊവൈഡ് ചെയ്യുന്ന 8000 crore ഒന്നും പോരാ ഇന്ത്യയിലെ സിറ്റികളിൽ ഇത് നടപ്പാക്കാൻ. സ്മാർട്ട് സിറ്റിയിൽ അത് മതിയായിരുന്നു. സ്മാർട്ട് സിറ്റിയിൽ അത്രയും ഭീകര ഫണ്ടിങ് ആണ് സെലക്ട് ആവുന്ന സിറ്റിയൊക്കെ. അപ്പം തിരുവനന്തപുരത്തിനൊക്കെ ഒരുപാട് ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് കുറെ കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ അമൃതിൽ 500 ടൗൺസാണ് ഉള്ളത്. സ്മാർട്ട് സിറ്റി മിഷനിൽ 100 ടൗണുകളാണെങ്കിൽ, സിറ്റികളാണെങ്കിൽ, ബിഗ് സിറ്റികളാണെങ്കിൽ, അമൃതിൽ 500 ടൗണുകൾ. അവിടുത്തെ സാനിറ്റേഷൻ, വാട്ടർ സപ്ലൈ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അതെല്ലാം കൂടെ പ്രൊവൈഡ് ചെയ്യാൻ 8000 crore പോരാ. പക്ഷെ അവിടെയും ഈ അവിടുത്തെ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും അതാത് കോർപ്പറേഷൻസും അതിന്റെ മുനിസിപ്പാലിറ്റീസിനും ഒക്കെ VGF ഉപയോഗിക്കാന്നാ പറഞ്ഞത്. PPP മോഡൽ ഉപയോഗിച്ചിട്ട്, ഇദ്ദേഹം പറഞ്ഞേക്കുന്ന PPP മോഡൽ ഉപയോഗിച്ചിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് PPP പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കൂടെ കൊണ്ടുവന്നിട്ട് ഈ നഷ്ടം നികത്താൻ VGF കൊടുത്താൽ ഈ ഒരു എമൗണ്ട് വെച്ച് പിന്നെ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് കണ്ടെത്തേണ്ടി വരുമെന്നേ ഉള്ളതാണ്.
പിന്നെ ഈ ബഡ്ജറ്റിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപെക്സ് ഉണ്ടല്ലോ, ക്യാപെക്സിന് വേണ്ടി മാറ്റി എമൗണ്ട് എത്രയാണ്? 11.1 lakh crore ആണ്. ഈ 11.1 lakh crore എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കൂടെ കിട്ടുന്ന, അതിൽ കുറച്ച് സിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും സിറ്റികളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാമല്ലോ. പിന്നെ അത് ഞാൻ പറയാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്, നമ്മളെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് ഒരു ഇൻട്രസ്റ്റും കൊടുക്കാതെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് 1.5 lakh crore ഒരു വർഷം കൊടുക്കും. അത് ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. കേരളത്തിനും അതീതൊരു വിഹിതം കിട്ടും, കേരളത്തിന്റെ സൈസും ആവശ്യകതയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് 1.5 lakh crore rupees വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്. ആ ഫണ്ട് ഉപയോഗിച്ചും നമ്മളുടെ അർബൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ സ്റ്റേറ്റുകൾക്ക്. അപ്പം അങ്ങനെയൊക്കെ ഈ ബഡ്ജറ്റിലെ പ്രൊവിഷൻസ് ഉപയോഗിച്ച് സ്റ്റേറ്റുകളും അതാത് കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ കുറച്ച് ഇമാജിനേഷൻ കാണിച്ചാൽ ഒരുപാട് സിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് നടപ്പാക്കാമെന്നാണ് നീ പറയുന്നത്. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം അത്രയും മതി. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം വെറുതെ പോകും. ഇവിടെ ഈ പേജിൽ ഒരു 3 ആൾക്കാർ, ഇവർ 3 പേര് ഇന്ത്യയിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ സുനീത റെഡ്ഡി, അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ ചന്ദ്രജിത്ത് ബാനർജി, അതുപോലെ ഫിക്കിയുടെ ഫോർമർ പ്രസിഡന്റ് സുബ്രകാന്ത് പാണ്ഡ, ഇവരെല്ലാവരും ബഡ്ജറ്റ് അനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതിൽ പുതുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. താല്പര്യമുള്ള ഒരു പേജ് വായിച്ചു നോക്കുക, OPED പേജ്, ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ്. ഇനി ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ആദ്യത്തെ ആർട്ടിക്കിൾ ഓൺ ഇൻക്രീസ് ഇൻ ഇലക്ട്രിസിറ്റി താരിഫ് ഇൻ തമിഴ്നാട്. തമിഴ്നാടിന്റെ കാര്യം നമുക്ക് വേണ്ട. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യമുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞു പോയാണ്. ഈ ഇമ്മ്യൂണിറ്റി ഫോർ ദ പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് അബ്സല്യൂട്ട് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 361 അകത്ത് നമ്മളുടെ പ്രസിഡന്റിനും അതുപോലെ നമ്മളുടെ സ്റ്റേറ്റുകളുടെ ഗവർണേഴ്സിനും ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ് when they are in office against the governors and the president of India, no civil or criminal proceedings can be initiated എന്നാണ് ആർട്ടിക്കിൾ 361 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പക്ഷെ ഇപ്പോ വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായ CV ആനന്ദ ബോസ്, മലയാളിയാണ്, ഫോർമർ IAS ഓഫീസറാണ് ആനന്ദ ബോസ്. അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഒരു കോൺട്രാക്ട് എംപ്ലോയി സെക്ഷൽ ഹരാസ്മെന്റ് അലിഗേഷൻ ഉന്നയിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ശരിയായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും സ്റ്റിൽ ഞാൻ അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ഇന്റഗ്രിറ്റി ഉള്ളൊരു ഫോർമർ IAS ഓഫീസറാണ്. ഒരു പക്ഷേ ഏറ്റവും ഡെക്കറേറ്റഡും ആണ്. കാരണം എന്ന് വെച്ചാൽ UN-ന്റെ അവാർഡ്സ് ഒരുപാട് തവണ കിട്ടിയിട്ടുള്ള ഒരു സിവിൽ സർവന്റ് ആണ് അദ്ദേഹം. വളരെ കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ടെന്യൂർ ആയിരുന്നു അദ്ദേഹത്തിന്റെ. വളരെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള IAS ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു റിട്ടയർ ആണ്, ഒരു 10-70 വയസ്സുണ്ടാവും. മകളും മരിച്ചു, ഒരു മകളും കണ്ടേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്ററും ഗവർണറും തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാക്കിൽ ഒരു രാഷ്ട്രീയം ഉണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഗവർണറിനെതിരെ ഇങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് അലിഗേഷൻ ഈ കോൺട്രാക്ച്വൽ ലേബർ അല്ല, അവിടുത്തെ ഒരു കോൺട്രാക്ട് എംപ്ലോയി ആണെന്ന് തോന്നുന്നു, അവര് ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 361 പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇതിപ്പോ ക്രിമിനൽ പ്രശ്നമാണല്ലോ, ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോലീസിന് പറ്റത്തില്ല. അപ്പൊ അവർ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്തു. അപ്പൊ സുപ്രീം കോടതിയൊക്കെ അപ്രോച്ച് ചെയ്തതുകൊണ്ടാണ് എനിക്കിതിൽ ഡൗട്ടുള്ള കാര്യം. വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പൊ അവർ സുപ്രീം കോടതി വരെ എത്തുന്നത്. അത് അവർക്ക് വേണ്ടി വാദിക്കുന്ന ശ്യാം ദിവാൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. പുള്ളി സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ കാശ് വാങ്ങുന്ന ഒരു അഡ്വക്കേറ്റാണ് ഓരോ സിറ്റിങ്ങിനും. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് സുപ്രീം കോടതി പോയിട്ട് പറഞ്ഞു ഈ 361 പ്രൊട്ടക്ഷൻ യഥാർത്ഥത്തിൽ എല്ലാ രീതിയിലും അവർക്ക് അങ്ങനെ ഗവർണേഴ്സിന് പ്രൊട്ടക്ഷൻ ഉണ്ടോ കാര്യം, അല്ലെങ്കിൽ പ്രസിഡന്റിനോ ഒക്കെ. അതായത് ഇപ്പൊ ഇതില് ഇവരുടെ മോഡസ്റ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, അവരുടെ റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്ന ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അത്തരം കേസുകളിൽ പോലും ഗവർണേഴ്സിന് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ? സുപ്രീം കോടതിയിൽ കേസ് എത്തി. അപ്പൊ സുപ്രീം കോടതിക്കും അത് സംശയമായി. സുപ്രീം കോടതി അങ്ങനെ 3 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് ഇത് വിട്ടേക്കാണ്. അവര് അത് വാദം കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇനിയിപ്പോ അടുത്തത് മറ്റു ന്യൂസുകളിലേക്ക് പോയി. ഇന്ത്യ കമ്മിറ്റഡ് ടു FTA വിത്ത് ദ UK സെയ്സ് മോഡി. UK-യിൽ ഇപ്പൊ പുതിയ ഗവൺമെന്റ് ഉണ്ടായല്ലോ. ഇത്രയും കാലം ഋഷി സുനാകിന്റെ കൺസർവേറ്റീവ് ഗവൺമെന്റ് ആയിരുന്നു.
ഇപ്പൊ ലേബർ പാർട്ടി അവിടെ അധികാരത്തിൽ വന്ന് കീർ സ്റ്റാമറായി പുതിയ പ്രൈം മിനിസ്റ്റർ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കീർ സ്റ്റാർമർ, STRMER. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരു FTA ഏതാണ്ട് ഫൈനലൈസ് ചെയ്ത് വെച്ചേക്കാണ്. FTA എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. രാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെയാണ് FTA, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഈസ് ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ്. സം ടച്ചപ്സ് ആർ റിമൈനിങ്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോറിൻ സെക്രട്ടറി ഇന്ത്യ വിസിറ്റ്, ഫോറിൻ സെക്രട്ടറി എന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ നമ്മുടെ ജയശങ്കർ നിക്കലുണ്ടാണ്. അദ്ദേഹം അത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ത്യയിലേക്ക് വന്നേക്കാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. പിന്നെ റിവ്യൂ റൂൾ ഡിനയിങ് മെറ്റേണിറ്റി ലീവ് ഫോർ തേർഡ് ചൈൽഡ്, ഡൽഹി ഹൈക്കോർട്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മളെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്, സെൻട്രൽ സിവിൽ സർവീസസ് ലീവ് റൂൾസ്. അത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ ബാധിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ ബാധിക്കുന്ന നിയമങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ എന്ത് ബെനിഫിറ്റ് കിട്ടാനും 2 ചിൽഡ്രന് ആയിരിക്കും. ഇപ്പൊ മെറ്റേണിറ്റി, ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗേൾസ് ആരെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ കയറി, അത് സ്റ്റേറ്റിലാണെങ്കിലും ശരി സെൻട്രലാണെങ്കിലും ശരി, നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടും 6 months വിത്ത് സാലറി. യു ക്യാൻ for your maternity purpose you can sit in your home and you can take care of your newborn baby. You will get 6 months leave with full salary and every other benefits. അതാണ് മെറ്റേണിറ്റി ലീവ് എന്നുള്ളത്. പക്ഷേ 2 ചൈൽഡിനെ കിട്ടുള്ളൂ. എനിക്കിപ്പോൾ 5 കുട്ടിയുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ 5 കുട്ടിക്കും 180 days അല്ലെങ്കിൽ 6 months വെച്ച് മെറ്റേണിറ്റി ലീവ് എടുക്കാൻ പറ്റൂല. അത് ഇന്ത്യയുടെ ഈ ഫാമിലി പ്ലാനിങ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഗേൾ ചൈൽഡിന്റെ പേര് മാത്രം തുടങ്ങാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ഞാൻ എൻ്റെ മോളെ പേര് തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ട്. പക്ഷെ എനിക്ക് നാളെ ഒരു മോൾ ഉണ്ടാകുകയാണെങ്കിൽ അവളെ പേരിലും തുടങ്ങാം. 2 മോളുടെ പേരിൽ, അതായത് 2 കുട്ടികളുടെ പേരിൽ. ഇനി 3ാമതൊരു മോൾ ഉണ്ടായിരിക്കും തുടങ്ങാൻ പറ്റൂല സുകന്യ സമൃദ്ധി അക്കൗണ്ട്. 2 ഗേൾസ് ചിൽഡ്രന്റെ പേരിലേ തുടങ്ങാൻ പറ്റും. അത് ഫാമിലി പ്ലാനിങ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇതിപ്പോ ഒരു സ്ത്രീ ഡൽഹിയിൽ കേസിന് പോയൊക്കെയാണ്. അവർക്ക് 2 കുട്ടികൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടി. 3ാമതൊരു കുട്ടിയുണ്ട്, അതിനും മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കണം. പക്ഷെ അത് കോടതി ആ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത് വേറൊന്നും കൊണ്ടല്ല, ആർട്ടിക്കിൾ 14 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുൻനിർത്തിയാണ്. അതായത് ഈ ബേബി ഉണ്ടല്ലോ, ബേബി വയറ്റിൽ വളർന്ന അല്ലെങ്കിൽ നാളെ ഡെലിവർ ആവുന്ന ആ ബേബിയുടെ റൈറ്റ് ഇതിൽ ഡിനൈ ചെയ്യപ്പെടുന്നുണ്ടെന്ന് പരിശോധിക്കുക അവർ. കാര്യം മറ്റു 2 ബേബിക്കും അമ്മയുടെ കെയർ കിട്ടാൻ വേണ്ടിയിട്ടും അമ്മയുടെ മുലപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആണല്ലോ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ 6 months മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്. അപ്പൊ ഈ 3ാമത്തെ ബേബിയെ ഇന്ത്യ ഗവൺമെന്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യല്ലേ, അവൾക്കും അല്ലെങ്കിൽ അവനും ഈ ആർട്ടിക്കിൾ 14 പ്രൊട്ടക്ഷൻ ഇല്ലേ, റൈറ്റ് ടു ഇക്വാലിറ്റി. അത് പക്ഷെ അത് എനിക്കറിയില്ല. എന്തായാലും അത് കോടതി ഇത് പരിഗണിക്കാൻ പോയാണ്. ഓക്കെ. ഇപ്പൊ കോടതി ഗവൺമെന്റ് അഭിപ്രായമൊക്കെ ചോദിച്ചു വയ്ക്കാം. പിന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം. UN സെക്യൂരിറ്റി കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുക. UN സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ പവറുള്ള 5 പേരേ ഉള്ളൂ. വീറ്റോ പവറുള്ള എത്ര പേര്? 5 പെർമനന്റ് മെമ്പേഴ്സ്. 5 പെർമനന്റ് 5P എന്നായിട്ട് 5 പെർമനന്റ് മെമ്പേഴ്സ് എന്നാണ്. പിന്നെ ഒരു 10 നോൺ പെർമനന്റ് മെമ്പേഴ്സും ഉണ്ട്. അത് 2 വർഷം അവർക്ക് ഇരിക്കാൻ പറ്റാതെ കഴിയുമ്പോൾ പോകണം. വീണ്ടും 10 വേറെ നോൺ പെർമനന്റ് മെമ്പേഴ്സ് വരും. അപ്പൊ അവർക്ക് വീറ്റോ പവർ ഒന്നുമില്ല ഈ നോൺ പെർമനന്റ് മെമ്പേഴ്സിന്. പക്ഷേ ഈ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാക്കിയത് എന്താ? 1945 അറൌണ്ട് 75 years ബാക്ക് അല്ലേ അറൌണ്ട് 70 അല്ല ഏതാണ്ട് ശരിയാണ്, അറൌണ്ട് 77-78 years ബാക്ക് ആണ്. 78 അല്ല 79 years ബാക്ക്, 80 years ബാക്ക്. അപ്പൊ 79 years ബാക്ക് ആണ് നമ്മളുടെ UN സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാക്കിയത്. അന്നത്തെ ഗ്ലോബൽ റിയാലിറ്റീസ് ആണോ ഇന്നത്തെ ഗ്ലോബൽ റിയാലിറ്റീസ്? അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണോ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ? അന്നത്തെ പോപ്പുലേഷൻ ആണോ ഇന്നത്തെ പോപ്പുലേഷൻ? ഏഷ്യ ഈസ് ഹാവിംഗ് ഓൺലി 1 representative in the സെക്യൂരിറ്റി കൗൺസിൽ, ദാറ്റ് ഈസ് ചൈന. സെക്യൂരിറ്റി കൗൺസിൽ ഒറ്റ റെപ്രസെന്റേറ്റീവ് ഉള്ളൂ. അതേസമയത്ത് ഏഷ്യ ഈസ് ഹാവിംഗ് ദ മാക്സിമം പോപ്പുലേഷൻ ആൻഡ് ഇന്ത്യ ഈസ് നൗ ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. ഇന്ത്യ ഈസ് ഹാവിംഗ് നോ റെപ്രസെന്റേഷൻ ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. അപ്പൊ ഏഷ്യയിൽ ഒറ്റ റെപ്രസെന്റേഷൻ ഉള്ളത് ചൈനയ്ക്കാണ്. ചൈന പോലും ഇപ്പോൾ പോപ്പുലേഷൻ ആയിരുന്നു ഇന്ത്യക്കാളും 2ാം സ്ഥാനത്താണ് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ പെർമനന്റ് ഇതില്ല, സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ പോലുള്ള പെർമനന്റ് മെമ്പർഷിപ്പ് ഇല്ല. യൂറോപ്പിന് ഓൾറെഡി 3 എണ്ണം, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ. ആഫ്രിക്കയ്ക്ക് മെമ്പർഷിപ്പേ ഇല്ല സെക്യൂരിറ്റി കൗൺസിൽ. സോ അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സൗത്ത് അമേരിക്കയ്ക്ക് ഇല്ല, വേൾഡിൽ അത്യാവശ്യം പോപ്പുലേഷൻ ഉള്ള ഒരു കോണ്ടിനെന്റ് ആണ്. ബ്രസീലിനോ അർജന്റീനയ്ക്കോ ആർക്കും ഇല്ല, അവരൊക്കെ സൗത്ത് അമേരിക്കയിലാണ്. അപ്പൊ ഗ്ലോബൽ റിയാലിറ്റീസ് കൺസിഡർ ചെയ്യാതെയുള്ള ഈ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഇപ്പോഴത്തെ പോക്ക് അത് ശരിയല്ല. അതുകൊണ്ട് UN സെക്യൂരിറ്റി കൗൺസിൽ ഷുഡ് ബി എക്സ്പാൻഡഡ് ആൻഡ് മോർ
countries should be included in UN Security Council. That is a long pending demand before the United Nations for the expansion of UN Security Council. But these P5 countries are not ready to expand, especially China, because they are having veto power. Even if the 4 other countries support the candidature of India, China will definitely oppose. China will definitely veto it. അപ്പോൾ ഇന്ത്യക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്ന കാര്യം അത്ര എളുപ്പമല്ല ചൈനയെ കൺവിൻസ് ചെയ്തിട്ട്. ചൈന ഒരിക്കലും ഇന്ത്യ ആ ഒരു ടേബിളിൽ അവർക്കൊപ്പം ഇരിക്കുന്ന ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അപ്പം ബാക്കി എല്ലാ രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ചൈന ഓപ്പോസ് ചെയ്താലും നടക്കൂല. അതുകൊണ്ട് തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ എക്സ്പാൻഷനെ അവർ എതിർക്കുക. ഇന്ത്യയെ ഡയറക്ട്ലി പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ എക്സ്പാൻഷനെ അവർ വീറ്റോ ചെയ്യാണ്. മനസ്സിലായോ? അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞതാ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റും മലയാളിയുമായിരുന്ന പ്രൊഫസർ CT കുര്യൻ മരിച്ചുപോയി. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, ന്യൂസ് പേപ്പർ കണ്ടതുകൊണ്ട്. പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, DRDO എന്നൊരു സംഭവം ടെസ്റ്റ് ഫെയർ ചെയ്തു. DRDO അറിയാലോ, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഇന്ത്യസ് പ്രീമിയർ ഓർഗനൈസേഷൻ ഫോർ ഡിഫൻസ് റിലേറ്റഡ് ഇന്നോവേഷൻ. അപ്പം നമ്മളൊരു BMD ഡെവലപ്പ് ചെയ്തു. BMD ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്. ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് അറിയാലോ, ഇന്ത്യക്ക് നേരെ ഒരു മിസൈൽ വന്നാൽ അതിനെ ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ പറന്നു പോങ്ങി ആ എനിമി മിസൈലിനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കും. അതാണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്. China is having their own ballistic missile defense. US is having their own ballistic missile defense. Russia is having their own ballistic missile defense. Israel is having. India also developed ballistic missile defense. And അതിന്റെ phase 1 കംപ്ലീറ്റ് ആയി അത് ഡിപ്ലോയ് ചെയ്തു. 2000 കിലോമീറ്റർ വരെ പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ഇന്ത്യക്ക് നേരെ വന്നാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ DRDO ഡെവലപ്പ് ചെയ്തു. ഇനി 5000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ബാലിസ്റ്റിക് മിസൈൽസ് ഇന്ത്യക്ക് നേരെ വന്നാൽ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഇന്റർസെപ്റ്റർ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫെയർ ചെയ്തു DRDO. പിന്നെ ഇന്ത്യയിൽ പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നൊരു പദ്ധതി നടക്കുന്നുണ്ട്. പ്രോജക്ട് ചീറ്റ, നമ്മളെ ഇന്ത്യയിലെ ചീറ്റ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ആനിമൽ ആണല്ലോ ചീറ്റ. ഈ ചീറ്റയുടെ ഹാബിറ്റാറ്റ് ആയിട്ട് ഇന്ത്യയിലെ ഒരു സംഭവം, മുമ്പ് ഇന്ത്യയിൽ ചീറ്റാസ് ഉണ്ടായിരുന്നു 1950s വരെ. പക്ഷെ നമ്മളെ രാജാക്കന്മാരുടെ ഹണ്ടിങ് മൂലം ഇന്ത്യയിൽ ചീറ്റാസ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. ചീറ്റാസ് വംശനാശം വന്നു പോയി. ഇപ്പോൾ ഇന്ത്യയിൽ ചീറ്റ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം പ്രോജക്ട് ചീറ്റ എന്നുള്ള പേരിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ആഫ്രിക്കയിൽ അല്ല പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചീറ്റകളെ കൊണ്ടുവന്നു. ഇപ്പം കുറച്ചൊക്കെ ആദ്യം ചത്തുപോയി, ഇപ്പം ഓക്കെ ആയി. പുതുതായിട്ട് ഇപ്പൊ പല ചീറ്റ പെൺചീറ്റകളും പ്രസവിച്ച് പുതിയ ചീറ്റ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ പ്രോജക്ട് ചീറ്റ നടന്നുകൊണ്ടിരിക്കുന്ന കൂനോയിലാണ്. അത് അറിഞ്ഞു വെച്ചാൽ എക്സാമിനൊക്കെ ചോദിക്കും. കൂനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. അപ്പൊ ഇനി കൂടുതലായിട്ട് ചീറ്റകളെ വീണ്ടും നമീബിയ എന്ന ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരാൻ പോയി. പക്ഷെ കൂനോ നാഷണൽ പാർക്കിൽ ഇനി പറ്റത്തില്ല, കാര്യം ഓൾറെഡി അവിടെ ക്രൗഡഡ് ആയി. അപ്പൊ അതുകൊണ്ട് ഗാന്ധി സാഗർ സാങ്ച്വറിയിലാണ്, അത് മധ്യപ്രദേശിലാണ് അടുത്തതായിട്ട് കൊണ്ടുവരാൻ പോണ. ഗാന്ധി സാഗർ സാങ്ച്വറി വേറെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്, ഇറ്റ് ഈസ് അഗൈൻ ഇൻ മധ്യപ്രദേശ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കച്ച്, റാൻ ഓഫ് കച്ച് എവിടെയാണ് അറിയായിരിക്കും. റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ ഭയങ്കര ഏരിയയിൽ ഗ്രാസ് ലാൻഡ് ഉണ്ടെന്നാ പറയുന്നത്. അവിടെയൊക്കെ ആയിരിക്കും അടുത്ത വരാൻ പോണ സ്പ്രാളിംഗ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് ബാനി ഇൻ റാൻ ഓഫ് കച്ച്. ബാനി എന്ന് പറയുന്ന സ്ഥലം, റാൻ ഓഫ് കച്ചിലെ ബാനി എന്നുള്ള സ്ഥലം അവിടെ മൂന്നാമതായിട്ട് കൊണ്ടുവരുന്ന പറയുന്നത്. അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. അപ്പൊ ഫസ്റ്റ് കൂനോയിൽ കൊണ്ടുവന്നു, സെക്കൻഡ് ഗാന്ധി സാഗറിലാണ് എനിക്ക് കൊണ്ടുവരാൻ പോകുന്നത്, മധ്യപ്രദേശിൽ തന്നെയാണ് അത്. ബാക്കി ബാനി എന്ന് പറയുന്ന സ്ഥലം റാൻ ഓഫ് കച്ചിലാണ്, ഗുജറാത്തിലാണ്. പിന്നെ വേൾഡിലെ ഏറ്റവും ലോ കോസ്റ്റിൽ TB ഡിറ്റക്ട് ചെയ്യാനുള്ള ട്യൂബർക്കുലോസിസ് ഉണ്ടല്ലോ, ഇന്ത്യയിൽ 2025 എലിമിനേറ്റ് ചെയ്യപ്പെടണമെന്ന് കരുതുന്ന അവർ ആഗ്രഹിക്കുന്ന ആംബിഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമാണ് TB എലിമിനേഷൻ എന്ന് പറയുന്നത്. 2025 അതായത് അടുത്ത വർഷം. ലോകത്തെ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉള്ളതും ലോകത്തെ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് മരിക്കുന്നതും എല്ലാം ഇന്ത്യയിലാണ്. ആ ഒരു വളരെ ഡൂബിയസ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ആണ്. അപ്പൊ അത് ഇല്ലാതാക്കുക. അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 2025 എലിമിനേറ്റ് ചെയ്യാൻ നടക്കൂല, കാര്യം ഇടയ്ക്ക് കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ടായി, അതുകൊണ്ട് നടക്കൂല അത്. പക്ഷെ TB ഏറ്റവും ലോ കോസ്റ്റില് ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മളുടെ ICMR ഡെവലപ്പ് ചെയ്ത്. ICMR അറിയാമല്ലോ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ICMR-ഉം ICAR ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കണം. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇവരാണ് ഒരുപാട് ബ്രീഡ് ഓഫ് പുതിയ നമ്മളുടെ വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ICMR ഇതുപോലുള്ള മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്.
അതിന്റെ പേര് CRISPR കാസ് ബേസ്ഡ് TB ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ്. TB ഡിറ്റക്ഷൻ സിസ്റ്റം. ഇതാണ് ICMR ഡെവലപ്പ് ചെയ്ത വേൾഡിലെ ഏറ്റവും ലോ കോസ്റ്റിലുള്ള TB ഡിറ്റക്ഷൻ സിസ്റ്റം. ഓക്കെ, പിന്നെ ബിസിനസ് പേജിൽ വരുമ്പോൾ റിവ്യൂ ഓഫ് IT ആക്ട് കസ്റ്റംസ് മേ ബി റെഡി ബൈ നെക്സ്റ്റ് ബഡ്ജറ്റ്. അതല്ല ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഫ്ലാഷ് PMI സിഗ്നൽസ് അപ്റ്റിക് ഇൻ സർവീസസ് ഫാക്ട്. PMI എന്താണ്? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത്, അത് സർവീസ് സെക്ടർ ആവാം, മാനുഫാക്ചറിംഗ് സെക്ടർ ആവാം, ഇതെല്ലാം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഇതിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് HSBC കയ്യിലാണ് PMI ഉള്ളത്. HSBC എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബാങ്ക് ആണ് HSBC, അവർക്കുള്ളതാണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതുപോലെ ഗവൺമെന്റിന്റെ ഉണ്ട്, അത് IIP ആണ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇതാണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇനി അതിനടുത്ത പേജ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു US കോൺഗ്രസിനെ അഡ്രസ് ചെയ്യാൻ പോകുന്നു. ബെഞ്ചമിൻ നെതന്യാഹു അറിയാല്ല, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം US കോൺഗ്രസിനെ അഡ്രസ് ചെയ്യാൻ പോകുമ്പോൾ US വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. വൈ? ബിക്കോസ് ഓഫ് ഡിവാസ്റ്റേറ്റിംഗ് war by Israel and Gaza, and they are killing thousands of Palestinian people. That's why even there are genocide allegations against Israeli authorities, especially Israel Prime Minister. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം US കോൺഗ്രസിനെ അഡ്രസ് ചെയ്യുന്നതിൽ അവിടുത്തെ കുറെ ആൾക്കാർക്ക് താല്പര്യമില്ല. പിന്നെന്താ വേറൊന്നും പറയാനില്ല അവിടെ. പിന്നെ അടുത്ത പേജിലോട്ട് പോകുമ്പോൾ എന്നത്തെ പോലെ ഒളിമ്പിക്സ് തുടങ്ങി. അല്ല, ഇനാഗുറേഷൻ ഒന്നും കഴിഞ്ഞില്ല, അവിടുത്തെ ചില ഇവന്റ്സ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അതിനെ കുറിച്ചുള്ളതാണ്. ഫുട്ബോളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ ഒളിമ്പിക്സ് ഇനാഗുറേഷന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒളിമ്പിക്സിലെ കാര്യങ്ങൾ തന്നെയാണ് ഈ പേജിലെല്ലാം. പിന്നെ UPSC അവരുടെ എക്സാം, സിവിൽ സർവീസ് എക്സാം ഒക്കെ റീവാമ്പ് ചെയ്യാൻ വേണ്ടി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പൊ നടത്തിയ എക്സാംസിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിവിൽ സർവീസിൽ കയറിയ IAS ഉദ്യോഗസ്ഥയായിട്ട് കയറിയ ഒരാള്, അവരുടെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ തെറ്റായിരുന്നു, ഒരു ഫോർജറി നടത്തിയാണ് അവർ കയറിയെന്നൊക്കെ മനസ്സിലായി. മിക്കവാറും അവരുടെ ഒരു ട്രെയിനിങ് അക്കാഡമിയിൽ മുസൂറിയിലേക്ക് ഇപ്പൊ തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. ഭാവിയിൽ ഒരുപക്ഷെ അവര് IAS അവരെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിലൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. UPSC എക്സാം കംപ്ലീറ്റ് റീവാമ്പ് ചെയ്യാൻ വേണം, ടെക്നോളജിയുടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ സഹായത്തോടുകൂടി. നല്ല കാര്യം. എക്സാമുകൾ ഫുൾ പ്രൂഫായി നടക്കട്ടെ, അത് യോഗ്യതയുള്ളവർ മാത്രം ജയിക്കട്ടെ, അല്ലേ? പിന്നെ ഇവിടെ വേറെ ഒന്നും പറയാനില്ല. ഇനി എല്ലാം തീർന്നു. നമുക്ക് ഈ പേജുകളിലൊന്നും ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല, സ്റ്റേറ്റ്സ് പേജുകളാണ്. വെറുതെ പേജ് എടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം കമന്റ്സ്, ഇപ്പൊ ആരും അങ്ങനെ കമന്റ്സ് ഒന്നും പറയാറില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ്സ് പറയുക, ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുക. എന്നിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അതാണ് നമുക്ക് കൂടുതൽ ഈ ക്ലാസ് എടുക്കാനുള്ള ഒരു ബൂസ്റ്റ്, അല്ലെങ്കിൽ എനർജി, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ ടുമോറോ.